ഹമാസിനെ നശിപ്പിക്കുമെന്നും ഇനി ഗാസയിൽ ഹമാസ് ഉണ്ടാകില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. ഹമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടു പോകില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇതോടെ വീണ്ടും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. അതേസമയം ഇസ്രായേലിനെ നേരിടാൻ ചൈനയുടെ G-10C യുദ്ധവിമാനങ്ങൾ ഇറാൻ വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. നേരത്തെ റഷ്യയുടെ Su-35 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ്റെ പദ്ധതി. ഇതിനു പകരമായിട്ടാണ് ചൈന വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. റഷ്യൻ യുദ്ധവിമാനത്തേക്കാൾ വില കുറഞ്ഞതും ഭാരം കൂടുതൽ താങ്ങാൻ ശേഷിയുള്ളതുമാണ് ചൈനീസ് വിമാനങ്ങളെന്നാണ് ഇറാൻ കരുതുന്നത്. നിലവിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാണ് ഈ യുദ്ധവിമാനങ്ങൾ. ഇവ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് ഇറാൻ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ആയുധങ്ങൾ വൻതോതിൽ സംഭരിക്കുന്നുവെന്ന് ഫ്രാൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേൽ വിമാനങ്ങളിൽ എത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു.